ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജൂലൈ മാസം 6 തീയതി മുതൽ 12 തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. കൊല്ലവർഷം 1200 ആണ്ട്, മിഥുനമാസം 22 തീയതി മുതൽ 28 തീയതി വരെയുള്ള ഒരു ആഴ്ച. 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ അത് 2.25 നക്ഷത്രം വീതം അടങ്ങുന്ന 12 രാശികളിലായിട്ട് 12 തിരിച്ചാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച വളരെ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും. അതുപോലെ തന്നെ ധന ആഗമന യോഗവും ഉണ്ടാകും. തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയം. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടുന്നതിന് സൂചനയുള്ളതിനാൽ പഠന കാര്യങ്ങളിലൊക്കെ അതീവ ജാഗ്രതയും ശ്രദ്ധയും ക്ഷമയും ഒക്കെ ആവശ്യമാണ്. അധിക സമയം എടുത്ത് പഠിക്കുകയും വേണം. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയങ്ങളും നേട്ടങ്ങളും ധാരാളം വർക്കുകളും ഒക്കെ കിട്ടുന്ന ഒരു ആഴ്ച. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനവും വിജയങ്ങളും ഐശ്വര്യങ്ങളും ഉള്ള ഒരു ആഴ്ചയാണ്. രാശിയാധിപനായ ശുക്രൻ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ ധനസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ സാഹിത്യത്തിൻ്റെയും കലയുടെയും ഒക്കെ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ ബുദ്ധിയുടെ കാരകനും എഴുത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും കാരകത്വമുള്ള ബുധൻ സ്ഥിതി ചെയ്യുന്നതിനാൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും പ്രസിദ്ധികളും ഒക്കെ വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും കലാകാരികളായിരിക്കുന്നവർക്കും സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ പലവിധ നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഊഹാപോഹ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുന്നതിനും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുന്നതിനും യോഗമുണ്ട്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള സമയമാണ്. തൊഴിൽപരമായ മന്ദത ഉണ്ടാകുവാൻ സൂചനയുണ്ട്. കണ്ടകശനിയൊക്കെ ഉണ്ടല്ലോ, അത് തൊഴിൽ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തൊഴിൽപരമായി ഏതെങ്കിലും തരത്തിൽ അലസതയോ ഉദാസീനതയോ പാടില്ല. സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയോ ഇന്നത്തേനുള്ളത് നാളത്തേനാകാം എന്ന് വിചാരിക്കുന്നതും പല നഷ്ടങ്ങൾക്കും സൂചനയുണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. എന്നിരുന്നാലും പരമാവധി ദേഷ്യമൊക്കെ ഒഴിവാക്കണം. അധിക സാഹസികത പാടില്ല. മിലിറ്ററി ഓഫീസേഴ്സും അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ്, സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവർ, ഇലക്ട്രോണിക്കൽ വർക്കുകൾ ചെയ്യുന്നവരും, വാഹനം സാഹസികമായി കൈകാര്യം ചെയ്യുന്നവർ, പൊക്കത്തിലൊക്കെ കയറുന്നവർ, വീട്ടമ്മമാരായിരിക്കുന്നവർ, ഗ്യാസിലൊക്കെ ജോലി ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർ അതീവ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യം. കുടുംബപരമായിട്ട് പൊതുവെ നല്ലതാണ്. കുടുംബത്ത് സമാധാനവും ഐശ്വര്യവും വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുകയും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സാകുന്നതിനും സൂചനയും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4 പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. 12 വ്യാഴം സ്ഥിതി ചെയ്യുന്ന കാലമാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് പൊതുവെ നല്ലതാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണകാര്യങ്ങൾ
വാക്കിൻ്റെ സ്ഥാനത്ത് അഗ്നേയഗ്രഹമായ ചൊവ്വായും അതുപോലെ തന്നെ വിഘടനവാദിയായ കേതുവും നിൽക്കുന്നതിനാൽ സംസാരത്തിലെ പിഴവുകൾ ശത്രുക്കൾ ആയുധമാക്കി എതിരെ വിനിയോഗിക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും കേസുകൾ ഉണ്ടാകുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ വന്നു ചേർന്നിരിക്കുന്ന ധനം വിനിയോഗിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും വളരെ ശ്രദ്ധിക്കണം. കരാറുടമ്പടിയിൽ കഴിവതും ഒപ്പുകൾ വയ്ക്കാതിരിക്കുന്നതാണ് ഈ ആഴ്ച നല്ലത്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. തൊഴിൽപരമായ നേട്ടങ്ങളും വന്നു ചേർന്ന് ധന ആഗമന യോഗവും ഉണ്ടാകും. എന്നിരുന്നാലും തൊഴിൽ രംഗത്ത് അതീവ ജാഗ്രത ആവശ്യം. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തും പൂർണ്ണമായ ദൈവാധീനമുണ്ട്. സർവേശ്വരകാരകനും സർവസമ്പത്പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം ഉപജയസ്ഥാനത്ത് സ്ഥിതി ചെയ്യും. രാശ്യാധിപനും അപ്രകാരം തന്നെ. അപ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുകയും ദീർഘനാളുകളായിട്ട് സാധിക്കാത്ത കിടന്ന ഒരു ആഗ്രഹമെങ്കിലും സാധിക്കുന്നതിനും ഈ ആഴ്ച യോഗമുണ്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കൃഷിയൊക്കെ ഇറക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയം. വാഹന സംബന്ധമായ കാര്യങ്ങളിലും വളരെ വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരും. ഗൃഹസംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും അതിനുള്ള സാമഗ്രികൾ വിൽക്കുന്നവരും ഒക്കെ ഐശ്വര്യപ്രദമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ വളരെ സൂചനയുണ്ട്. ദാമ്പത്യ ഭാവത്തിൽ സർപ്പനാണ് സ്ഥിതി ചെയ്യുന്നത്. ദേഷ്യം കഴിവതും ഒഴിവാക്കണം. അല്ല എങ്കിൽ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കോടതി കയറി ഇറങ്ങി ഭാവി കളയാനായിട്ടൊക്കെ സൂചനയുണ്ട്. അപ്രതീക്ഷിതമായി ഒരു ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിനുള്ള യോഗമുള്ള സമയമാണ്. തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുക, അഭിവൃദ്ധികൾ വന്നു ചേരുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നല്ല സുഹൃത്തുക്കളെയൊക്കെ കിട്ടുന്നതിനും സുഹൃത്തുക്കൾ മുഖാന്തരം അഭിവൃദ്ധികൾ വന്നു ചേരുന്നതിനും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ആലോചന ഉള്ളവർക്ക് സാധിക്കുന്നതാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം. ഏതായാലും വിദേശ ധനം കൈകാര്യം ചെയ്യുവാനും യോഗമുള്ള ഒരു ആഴ്ചയാണ്. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു ചേരും. എന്നിരുന്നാലും ദമ്പതികളായിട്ടുള്ളവർക്ക് ചില ക്ലേശങ്ങൾ, അതായത് മാനസിക ക്ലേശങ്ങളോ സാമ്പത്തിക ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകാം. പൊതുവെ ആരോഗ്യം തൃപ്തികരമായി, കുടുംബപരമായിട്ടും അഭിവൃദ്ധിയുള്ള കാലം. മാതാപിതാക്കളെ കൊണ്ടും പരസ്പരം പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ടും ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും സന്തോഷത്തോടുകൂടി കുടുംബത്തിൽ ജീവിക്കുന്നതിനും യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ്. ഡെയിലി വേജസിനൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥിരത ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു ഓർഡർ കിട്ടുന്ന, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ പാസ്സാകുക, ശരിയാകുക, മേലധികാരികൾ അതിനുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിനും നല്ല ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ ഈ രാശിക്കാർക്ക് ഈ ആഴ്ച അനുകൂലമായിട്ട് ഗ്രഹങ്ങൾ വന്നിരിക്കും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനം പൂർണ്ണമായിട്ടുമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഉപജയസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ആദിത്യനും വ്യാഴത്തിനോട് യോഗം ചെയ്തു നിൽക്കുകയും ചെയ്യും. അധിക ദോഷാവസ്ഥകളൊന്നും സൂചകമല്ല. ഭൂമി വന്നു ചേരുന്നതിനോ സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ കുടുംബപരവുമായ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ള സമയം. പൊതുവെ സാഹിത്യരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും പ്രസിദ്ധിയും വന്നു ചേരുവാൻ യോഗം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും പോസിറ്റീവായ ചില ഫലങ്ങൾ ഈ
ആഴ്ച വന്നു ചേരുക തന്നെ ചെയ്യും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുന്നതിനോ അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേരുന്നതിനും സൂചനയുണ്ട്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോൾ ദൈവാധീനം കുറഞ്ഞിരിക്കുന്നതിനാൽ വളരെയധികം ജാഗ്രത ആവശ്യമുള്ള ഒരു സമയമാണ്. പൊതുവെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലും അതീവ ജാഗ്രത ആവശ്യമാണ്. ശ്രേയസ്സിനും യശസ്സിനും ചില ഹാനി സംഭവിക്കത്തക്ക രീതിയിലുള്ള സൂചനകളും ഉണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. ഉത്തമ വാഹന യോഗം ഉള്ള ഒരു ആഴ്ചയുമാണ്. ദീർഘനാളുകളായിട്ട് ഒരു വാഹനം വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്ക് പെട്ടെന്ന് അതിനുള്ള ഒരു സമയം ഒത്തുവരുവാൻ യോഗമുള്ള സമയം. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടുന്നതിനും ഉദ്ദേശിച്ച രീതിയിൽ ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് മാർക്ക് ലഭിച്ചില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് തോന്നുന്ന സമയവും കൂടിയാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനവും ഭാഗ്യവുമുള്ള സമയം. ഉയർന്ന ഭാഗ്യാവസ്ഥയുള്ള ഈ ആഴ്ച തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുന്നതോടൊപ്പം ആരോഗ്യപരമായിട്ടും വളരെ നല്ലതാണ്. പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ മാതാപിതാക്കളുടെയോ ഗുരുക്കന്മാരുടെയോ ഉറ്റ സുഹൃത്തുക്കളുടെയോ സഹോദര സ്ഥാനീയരുടെയോ അഭിപ്രായങ്ങൾ ആരായുന്നത് നല്ലതാണ്. പൊതുവെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപൂർണമായ കാലം. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. അതിനുള്ള പേപ്പറുകളൊക്കെ റെഡിയായി വരും. അങ്ങനെയാണ് കാണുന്നത്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3 പാദങ്ങളും 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോൾ ഈ ആഴ്ച ദൈവാധീനം കുറഞ്ഞിരിക്കും. എന്നിരുന്നാലും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുക. അസമയത്തെ യാത്രകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ജലയാത്രകൾ പാടില്ല. പൊക്കത്തിലൊക്കെ കയറുന്നവരും ഇലക്ട്രോണിക്കൽ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്നവരുമൊക്കെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ബിസിനസ്സുകാർക്കും ഷെയർ ഹോൾഡേഴ്സ് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കാർക്കും ഒക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച. ആരോഗ്യം പൊതുവെ തൃപ്തികരവുമായി. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനം പൂർണ്ണമായിട്ടും ഉള്ള ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. കലാരംഗത്ത് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയിക്കുവാനുള്ള യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. എങ്കിലും ദേഷ്യം ഒഴിവാക്കേണ്ടതാണ്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരുകയും അതുവഴി ധന ആഗമന യോഗവും ഉണ്ടാകും. സ്വന്തം നാട് വിട്ടും പൊതുവെ നല്ല വിജയങ്ങളാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലൊരു പുതിയ സംരംഭം ആരംഭിക്കണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അത് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ആരംഭിക്കുന്നതിനുള്ള നല്ല ഉത്തമമായ സമയം. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്, ഐശ്വര്യമുണ്ട്. പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. ദൈവാധീനമൊക്കെ ഉള്ളതിനാൽ വളരെ നേട്ടങ്ങൾ വന്നിച്ച്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏഴരശനി ജന്മത്തിൽ അനുഭവിക്കുന്ന സമയമാണ്. അതീവ ദുഃഖ ദുരിത നാശ താപ വ്യയ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് ചെയ്യുക എന്ന് ഒരു കാര്യത്തിനും തീരുമാനമെടുക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്നു. എന്നിരുന്നാലും ദൈവാധീനമുള്ള സമയമാണ്. അധികം പേടിക്കേണ്ടതില്ല.
വിജയങ്ങൾ വന്നു ചേരും. പ്രവർത്തിച്ചു തുടങ്ങുക, അലസത വെടിയുക, നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക, മാതാപിതാക്കളുടെ ഗുരുക്കന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. വിട്ടുവീഴ്ചകളും ക്ഷമകളും വിജയം വരിക്കുവാനായിട്ട് സഹായിക്കും. കുടുംബപരമായിട്ട് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ദമ്പതികളായിട്ടുള്ളവർക്കും സന്തോഷവും സമാധാനവും ഉള്ള കാലം. പുതിയ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനോ ആടയാഭരണങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. തൊഴിൽ രംഗത്തും അഭിവൃദ്ധികൾ സൂചകമാണ്. തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകാം. പുതിയ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ അനുഗ്രഹങ്ങൾ കിട്ടും. അത് ദോഷങ്ങളൊക്കെ അകന്നു പോകുന്നതിനും നല്ല ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും ഉത്തമമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.